ഹായ്. അപ്പോ നമ്മള് വാൾമോട്ടർ ക്ലോസ് സെറ്റ് ചെയ്യുന്നത് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് നമുക്ക് അളവെടുത്തിട്ട് കട്ട് ചെയ്യണം പൈപ്പ്. എന്നിട്ട് നമ്മൾ ക്ലോസറ്റിലേക്ക് കയറണ പൈപ്പ് കറക്റ്റ് അളവെടുക്കുക. 1.25 4 കട്ട് ചെയ്ത് ബുഷ് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഫുള്ള് വരിക കണ്ടോ. ക്ലോസറ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ മുമ്പ് ടേപ്പ് എടുത്ത് അളവൊക്കെ നോക്കുക. കാരണം അതിന്റെ ഹൈറ്റ് ആയി നമുക്ക് കറക്റ്റ് നോക്കണം. നമ്മള് പറഞ്ഞ ഹൈറ്റ് തന്നെ ടൈലാര് വെച്ചിട്ടുണ്ടോന്ന് ആദ്യം നോക്കണം. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോ ആ ഹൈറ്റ് കറക്റ്റാ നോക്കുക. ഏകദേശം കറക്റ്റാണ്. 40 സെന്റിമീറ്റർ മേലെ 43 സെന്റിമീറ്റർ വെച്ചിട്ടുള്ളത് കമ്പനി പറഞ്ഞ ഹൈറ്റാണ്. അത് ക്ലോസറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു അളവ് നമുക്കുള്ളൊരു ഇതിലാണ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ അളവ് കറക്റ്റ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് 6.25 17 സെന്റിമീറ്റർ, കറക്റ്റ് 17 സെന്റിമീറ്റർ ആണ് പൈപ്പ് നിർത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞോട് അളവ് കറക്റ്റ് നിർത്തിയിട്ടുണ്ട്. അപ്പോ 4 ടേപ്പ് കട്ട് ചെയ്യാം. അപ്പോ നമ്മള് മാർക്ക് ചെയ്യാൻ പോണ്. ഇതിന്റെ ജാഗ്രത ബോൾട്ട് ഇട്ടാ ഇത് പഠിക്കാൻ കാരണം വെച്ചില്ലേ, ഇതിന്റെ ബുഷ് ഉണ്ടല്ലേ നല്ല വലുപ്പമാണ്. ഇത് നെട്ട് ബോൾട്ട് ആയിട്ടാണ്, അല്ലെങ്കിൽ ടൈപ്പ് അല്ല. അപ്പോ ചില ക്ലോസറിന്റെ ബുഷുകൾ ചെറുതായിട്ട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോ ഈ ബോൾട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബുഷ് ഏകദേശം ഒരു 4 സെന്റിമീറ്ററിന് മുകളിൽ ബുഷിനെ വീതിയുണ്ട്. അതുപോലെ പ്ലേറ്റ് ആയാലും അതെ, ഏകദേശം അതിന്റെ ഇത്ര പ്ലേറ്റ് ഉണ്ട്. അപ്പോ സംഭവം അടിപൊളിയാണ്. നമുക്ക് ടൈറ്റ് ചെയ്താൽ പിന്നെ ഉള്ളിൽ കൂടെ കയറി വീഴുന്ന പ്രശ്നങ്ങൾ വരാറില്ല. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ ഡൗട്ട് പോകണമെങ്കിൽ ഇങ്ങനത്തെ ബോൾട്ട് പഠിക്കുക. മൈൽഡ് സ്റ്റീലാണ്, ഫുൾ സ്റ്റീലല്ല, എന്നാലും അടിപൊളി സാധനമാണ്. ഓക്കെ, അപ്പൊ നമ്മള് മാർക്കിങ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ മാർക്കിംഗ് എപ്പോഴും ഇതിന് ബുഷ് ഇട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. കാരണം അത് ബുഷ് ഇട്ടിട്ട് നമുക്ക് ഷെല്ലാക്കി വെച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി. ബുഷ് ഉള്ളിലേക്ക് ഇടുക 2 സൈഡിലും. എന്നിട്ട് ക്ലോസറ്റ് കയറിയും കാണിക്കും. ക്ലോസറ്റ് കയറ്റി വയ്ക്കുക, എന്നിട്ട് മാർക്ക് ചെയ്യുക. വേറെ കൈ കിടന്നാൽ നമുക്ക് ഇതായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. കറക്റ്റ് മാർക്ക് ചെയ്യുക. അത് വരച്ചിട്ട് സെന്റർ പോകാണ്ട് ഇട്ടിരിക്കുക. ഓക്കെ, അപ്പൊ മാർക്കിങ് കഴിഞ്ഞിട്ടോ. മാർക്കിങ് കഴിഞ്ഞിട്ട് നമ്മളെ ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാല് സെന്റർ ഒക്കെ വരയ്ക്കുക. മാർക്കിങ്ങിന്റെ സെന്റർ വരച്ചു കഴിഞ്ഞാല് നമ്മള് ഇതുപോലെ കട്ടർ എടുക്കുക. നമ്മുടെ കോർബറ്റ് 20 mm കോർബറ്റ് എടുക്കുക. കറക്റ്റ് കട്ട് ചെയ്യുക. അതെന്തിനാന്ന് വെച്ചിട്ടേ ഡ്രില്ലടിക്കുമ്പോഴേ ടൈല് ചിലപ്പോ നമ്മള് വിചാരിച്ചാൽ കിട്ടില്ല, മൊത്തം പൊട്ടും, സൈഡിലേക്ക് പോകും. ഇത് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് റൗണ്ടിൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മാർക്കിങ് കഴിഞ്ഞ് ഇതുപോലെ ഓർബിറ്റ് വെച്ചിട്ട് കറക്റ്റ് മാർക്ക് ചെയ്ത് ആ ടൈലിൽ എടുത്താൽ മതി. ടൈല് മാത്രം എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമ്മുടെ ഏത് ബിറ്റ് വെച്ചെങ്കിൽ ആ ബിറ്റ് വെച്ചിട്ട് പ്ലഗിന്റെ സൈസിലുള്ള ബിറ്റ് വെച്ചിട്ട് അടിക്കുക. ഓക്കെ, സിൽക്കോട്ട് കളിക്കണം. ആ വരുമോ?